ഗൾഫിലേക്ക് ഉപജീവനം തേടിയെത്തുന്ന പ്രവാസികളെ മയക്കുമരുന്നു കടത്തിന്റെ കാരിയർമാരാക്കുന്ന സംഘം ഇപ്പോഴും സജീവമാണെന്നാണ് ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ കുവൈത്തിൽ പിടിയിലായ റാഷിദിന്റെ കഥ വ്യക്തമാക്കുന്നത്. സഹോദരിയുടെ വിവാഹാവശ്യാർത്ഥം അവധിക്ക് നാട്ടിൽ പോയി മടങ്ങവേ മയക്കുമരുന്ന് കൈവശം വെച്ചതിന്റെ പേരിൽ കുവൈത്ത് വിമാനത്താവളത്തിൽ വെച്ച് ആന്റി നാർക്കോട്ടിക് വിഭാഗത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ് കാഞ്ഞങ്ങാട് മീനാപീസിൽ ചേലക്കാടത്ത് റാഷിദ്. ഇന്നലെ രാത്രി 8:30-നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കുവൈത്തിലിറങ്ങിയ ഉടനെ റാഷിദ് തന്നെ വിളിച്ചതായി കുവൈത്തിലുള്ള പിതൃ സഹോദരൻ സലാം പറയുന്നു. ഞാൻ വൈകിട്ട് 6:30 മണിക്ക് എയർപോർട്ട് എത്തുമ്പോൾ റാഷിദ് വന്ന് ഇറങ്ങി. റാഷിദ് പറഞ്ഞു, എളപ്പ ഞാൻ എത്തിയിട്ടുണ്ട്, ഞാൻ ചെക്കിങ്ങിലുണ്ട് പറഞ്ഞു. എന്നെ കൂട്ടാൻ വന്നു ചോദിച്ചു. എൻ്റെ കൂട്ടുകാരുണ്ട്, ഞാനുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു 7 മണിക്കില്ല, 8:30 മണിക്കില്ല, 9 മണിക്കില്ല, 10 മണി, 12:30 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു വിവരമില്ല. കുവൈത്തിലെ പരിചയക്കാരനായ ഫവാസിന് നൽകാനായി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാൾ ഏൽപ്പിച്ച പൊതിയാണ് തന്നെ കുടുക്കിയതെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും വഴി റാഷിദ് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ടാണ് പുറത്ത് എയർപോർട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ റാഷിദിനെ ആമ് വെച്ചിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് റാഷിദ് വിളിച്ച് പറയായിരുന്നു, ഫവാസ് തന്ന ഗുളികയിലാണ് എന്നെ ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്, ഫവാസാണ് എനിക്ക് ഗുളിക തന്നത്. നാട്ടിൽ പൊതി നൽകിയ ആളുടെയും ടെലിഫോൺ ഇപ്പോൾ പ്രവർത്തനരഹിതമായ അവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും റാഷിദിന്റെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തിറക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സലാമും സുഹൃത്തുക്കളും. മയക്കുമരുന്ന് കടത്തിന്റെ നിരവധി കഥകൾ പുറത്തു വന്നെങ്കിലും പ്രവാസ ലോകത്തെ ചതിക്കുഴികളുടെയും തട്ടിപ്പിലിരയാകുന്നവരുടെയും കഥകൾ തുടരുകയാണ്. മലയാളി എന്നാണ് പഠിക്കുക. കുവൈത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ നിസാർ കെ റഷീദിനൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ.